എല്ലാവർക്കും നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി, ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ മാനിഫെസ്റ്റിംഗ് ലവ് എന്നുള്ള ആ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. സഹജമാർഗത്തിലേക്ക്, സഹജമാർഗ് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സഹജമാർഗത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം തന്നെ സ്നേഹമാണ്. ഹൃദയത്തിൽ സ്നേഹം ക്രമേണ വികസിച്ച് ആ സ്നേഹം തന്നെ പൂർണ്ണമായി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് സ്നേഹമായി മാറുക. നമുക്ക് ഇത് യാത്രയിൽ, നമ്മുടെ ഈ സ്പിരിച്വൽ യാത്രയിൽ സഹായിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പ്രാണസ്യ പ്രാണനാണ്. മാസ്റ്റർ നൽകുന്ന പ്രേമം, സ്നേഹം, അതാണ് പ്രാണസ്യ പ്രാണൻ. ചാരജി മഹാരാജ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലഭിക്കുമ്പോൾ, നമ്മൾ ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് ലഭിക്കുമ്പോൾ എന്തെങ്കിലും തോന്നിയോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ശാന്തത അനുഭവിച്ചു, റിലാക്സേഷൻ അനുഭവിച്ചു എന്നെല്ലാം പറയും. ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടാവും, പലപ്പോഴും ഡിസ്റ്റർബ്ഡ് ആവും. ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ പ്രോഗ്രസ് ചെയ്യുന്നില്ല എന്ന് അർത്ഥമാകുന്നുണ്ട്. ശാന്തമായിരിക്കുമ്പോൾ പ്രോഗ്രസ് ആവുന്നുണ്ടെന്ന് നമ്മൾ നിശ്ചയിക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് മനസ്സിലാവുക? നമ്മുടെ ഉള്ളിൽ നിഷ്കളങ്കമായിട്ടുള്ള ആ സ്നേഹം വളർന്നു വരുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ നിന്നും അസഹിഷ്ണുത, വെറുപ്പ്, അസൂയ, സെപ്പറേഷൻ, അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം കുറഞ്ഞു വരുന്നുണ്ടോ? അപ്പം അത് മനസ്സിലാവുന്നത് നമ്മൾ ഉണർന്നിരിക്കുന്നു, ജാഗ്രത അവസ്ഥയിലാണ്. ഇത് ഡയറിയിൽ റെക്കോർഡ് ചെയ്യണം. നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യണം. അപ്പം നമ്മളെ ഈ യാത്രയിൽ സഹായിക്കുന്നത് നമ്മുടെ മാസ്റ്ററുടെ ജീവിതം തന്നെയാണ്.
മാസ്റ്ററാണ് നമ്മൾ എമുലേറ്റ് ചെയ്തത്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത് ഇടപഴകാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം, സഹജമാർഗം പോലെയുള്ള ഇത്രയും ഉയർന്ന ഒരു സ്പിരിച്വൽ സിസ്റ്റം റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടു പഠിക്കാം. ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, സ്ഥിതപ്രജ്ഞൻ ആരാണ്? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതദീഹി കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം. അപ്പോൾ ഉത്തരമായിട്ട് പറയാൻ, പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യൈവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞ തതോച്യതേ. എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞിട്ട് ആത്മാവിൽ സന്തുഷ്ടനായിരിക്കുക. അതോടൊപ്പം തന്നെ ഭക്തി വേണമെന്നും ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാം ചെയ്യുമ്പോഴും സ്ഥിതപ്രജ്ഞനായിരിക്കുമ്പോഴും നമ്മൾ എന്തിനാണ് സ്ഥിതപ്രജ്ഞ അവസ്ഥ ഉപയോഗിക്കേണ്ടത്? മാസ്റ്റർ സർവീസ്, ഈശ്വരനെ സേവിക്കാനുണ്ട്. ഭക്തി ഇല്ലാണ്ട് ഈ ഒരു എലിവേഷൻ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കാൻ, ഈ തരത്തിലൊരു ബാലൻസ്ഡ് ജീവിതം, സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങൾ ഈ ഒരു ജീവിതം നമുക്ക് രൂപീകരിക്കാനായിട്ട് സഹായിക്കുന്നു. ലളിതമായിട്ടുള്ള ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെ സ്വീകരിക്കാനുള്ള മനോഭാവം, ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്തും, പ്രത്യേകിച്ച് മിസറീസിനെ സ്വീകരിക്കണം, റെഗുലറായിട്ട് സാധന ചെയ്യണം എന്നെല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ നമ്മുടെ കൂടെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായി. അപ്പം അങ്ങനെ ഒരു വ്യക്തിത്വം ആണ് പൊതുവാൾ സാർ. ബ്രദർ TV കുഞ്ഞിക്കണ്ണൻ ആണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. പൊതുവാൾ സാർ എന്നുള്ള പേരിലാണ് ഞങ്ങളൊക്കെ വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ കണ്ണേട്ടൻ എന്ന് സ്നേഹത്തോടെ പലരും വിളിക്കുന്നു. ഇന്നലെ അദ്ദേഹം ദിവ്യനായിട്ടുള്ള മാസ്റ്ററെ മറ്റുള്ള മേഖലകളിൽ മാസ്റ്ററെ സഹായിക്കാനായിട്ടും മാസ്റ്റർ കൂടെ പ്രവർത്തിക്കാനായിട്ടും മാസ്റ്റർ ഇൻസ്ട്രുമെൻ്റായിട്ട് പ്രവർത്തിക്കാനായിട്ടും ഈ ശരീരം വിട്ടു പോയിരിക്കുകയാണ്. പൊതുവാൾ സാറ് ഇപ്പോഴും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം പൊതുവാൾ സാറിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. പൊതുവാൾ സാറ് ശ്വസിക്കുന്നത് സഹജമാർഗമായിരുന്നു. സഹജമാർഗം ആണെന്ന് പറയാം, ആയിരുന്നു എന്ന് പറയുമ്പോഴും അത് ഒരു പാസ്റ്റ് ടെൻസ് ആയി. സഹജമാർഗത്തിൽ നിലയുറപ്പിക്കാൻ ഞങ്ങളെ സഹായിച്ചത് എന്നെ, എൻ്റെ കുടുംബത്തെ, അതുപോലത്തെ ഒരുപാട് അഭ്യാസികളെ സഹായിച്ചത് പൊതുവാൾ സാറാണ്. പൊതുവാൾ സാറ് പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും, ട്രാൻസ്ഫർ ആയിട്ട് എല്ലാ സ്ഥലങ്ങളും പൊതുവാൾ സാർ സെൻറ്റേഴ്സ് തുടങ്ങി. എത്രയോ ആൾക്കാരെ സഹജമാർഗത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുമാത്രമല്ല, സാധനയുടെ പ്രാധാന്യം ഊന്നി പറയുന്നതിനോടൊപ്പം തന്നെ പൊതുവാൾ സാറുടെ പെരുമാറ്റമാണ് നമ്മളെ ആകർഷിക്കുന്നത്. എൻ്റെ അച്ഛന് പൊതുവാൾ സാറെ കാണാൻ പോവുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അച്ഛൻ 2020 ഞങ്ങൾ വിട്ടുപിരിഞ്ഞു. ഇപ്പോൾ പൊതുവാൾ സാറെ കാണാനാണ് അച്ഛൻ പയ്യന്നൂർ ആശ്രമത്തിലേക്ക് പോയിരുന്നത് തന്നെ. അത്ര അധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു വ്യക്തി. നമുക്ക് പൂർവ്വബന്ധങ്ങളൊന്നുമില്ല, പക്ഷേ നമ്മുടെ സ്വന്തം ഒരു അച്ഛനെ പോലെ നമുക്ക് തോന്നും. എന്ത് വേണമെങ്കിൽ സംസാരിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ തർക്കിച്ചിട്ടുണ്ട്, പക്ഷെ അതെല്ലാം വളരെ ക്ഷമയോടെ കേട്ടിട്ട് അങ്ങനെയൊന്നും ഡോക്ടർ ചിന്തിക്കരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. സംസാരിക്കുന്നത് വായ തുറന്ന സഹജമാർഗം മാത്രം. അവസാനം ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുമ്പോഴും പൊതുവാൾ സാർക്ക് സംസാരിക്കാൻ വേറൊന്നും ഉണ്ടായിരുന്നില്ല. വയ്യാതെ കിടക്കുന്ന സമയത്ത് എൻ്റെ വൈഫും ഹോസ്പിറ്റലിലെ 2 അഭ്യാസികളും ചെന്നപ്പോൾ പൊതുവാൾ സാർ കൈ പിടിച്ചിട്ട് അപ്പോഴും സഹജമാർഗമാണ് പറഞ്ഞത്. വയ്യാതെ കിടക്കുമ്പോഴും വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്കത് കണ്ടറിയാം, ടൈപ്പ് കണ്ടാലറിയാം കയ്യിലെന്തോ ഇതുണ്ട്, ടൈപ്പിങ്ങിന് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അവൈലബിൾ ആവില്ല, സിറ്റിംഗ് കൊടുക്കാൻ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിരിക്കും വയ്യാതെ കിടക്കുമ്പോൾ. 24 hours 24/7 സഹജമാർഗമായിട്ട് ജീവിച്ച ഒരു വ്യക്തിത്വം വളരെ റെയറാണ്. ലളിതമായിട്ടുള്ള ജീവിതം. നമുക്ക് ലാളിത്യം എന്താണെന്നുള്ള പൊതുവാൾ സാറെ കണ്ടാൽ മതി. അതുപോലെ മിസറീസിനെ എങ്ങനെ സ്വീകരിക്കണം, പൊതുവാൾ സാറെ കണ്ടാൽ മതി. ജീവിതത്തിലുള്ള
മിസറീസ്, ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ. പയ്യന്നൂർ ആശ്രമം ഇത് കെട്ടിപ്പടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള വിഷമങ്ങൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അങ്ങനെ ഒരു ആശ്രമം വരാനുള്ള കാരണം തന്നെ പൊതുവാൾ സാറാണ്. കാസർഗോഡ് സെന്റർ ഡെവലപ്പ് ചെയ്യാൻ തന്നെ അതിൻ്റെ അടിസ്ഥാനപര കാരണം പൊതുവാൾ സാറാണ്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു, നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം സഹജമാർഗത്തിൽ ഇത്രയും അധികം താല്പര്യം വരാനും ഇത്രയും ശ്രദ്ധിക്കാനും ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനും ഉള്ള പ്രേരണ പൊതുവാൾ സാറായിരുന്നു. പൊതുവാൾ സാറാണ്. ഇപ്പോഴും പൊതുവാൾ സാറുടെ ആ ഒരു പ്രസൻസ് ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക യാത്രയ്ക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഉയർന്ന തലങ്ങളിൽ നമ്മുടെ മാസ്റ്ററെ സേവിക്കാൻ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ട്. ഈ ശരീരത്തിൽ ഇവിടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പൊതുവാൾ സാർ എപ്പോഴും നമ്മുടെ സാന്നിധ്യമായിട്ട്, നിറഞ്ഞ സാന്നിധ്യമായിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. പൊതുവാൾ സാർക്ക് എല്ലാ വിധത്തിലുള്ള എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡും നമസ്കാരവും ഞാൻ അർപ്പിക്കുന്നു. എങ്ങനെയാണ് ജീവിതത്തിൽ സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചെത്തുന്ന ആ മഹത് വ്യക്തിത്വത്തെ ഞാൻ നമിക്കുന്നു. നന്ദി.